വി ഡി സതീശനെതിരെ തെളിവില്ല എന്നൊരു വാദം അത് തെറ്റാണ്. പല മാധ്യമങ്ങളും വി ഡി സതീശന് ക്ലീൻ ചിറ്റ് നൽകാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ കണ്ടതാണ്. വിജിലൻസ് അത്തരത്തിൽ ക്ലീൻ ചിറ്റ് നൽകി എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. ആ മാധ്യമ വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ്. വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ സ്പീക്കർ വ്യക്തതയ്ക്കായി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കമലേഷ് ഉണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടുതലായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭദ്ര. യെസ് കമലേഷ്, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ വി ഡി സതീശന് എങ്ങനെയെങ്കിലും ഒരു ക്ലീൻ ചിറ്റ് നൽകുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെയും ഒപ്പം തന്നെ ചില മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു ഹിഡൻ അജണ്ട എന്നുള്ളത്. എന്തായാലും അത് നമ്മൾ കൈരളി ഇപ്പോൾ പൊളിക്കുകയാണ്. കാരണം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വിജിലൻസ് ഏത് രീതിയിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ വി ഡി സതീശന് കൃത്യമായ ക്രമക്കേട് വി ഡി സതീശൻ നടത്തിയിട്ടുണ്ട് എന്നത് വിജിലൻസ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്പീക്കർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന രീതിയിൽ മാത്രമാണ് വിജിലൻസ് പറഞ്ഞത്. വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്കല്ല, മറിച്ച് ആ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് ആണ്, ഈ എൻജിഒയുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നത് എന്ന് പറഞ്ഞത്. പക്ഷേ അതിനെ വക്രീകരിച്ച് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു എന്നുള്ളതാണ് കമലേഷ്. ഭദ്ര, തീർച്ചയായും ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് വെച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ്സുകാരെല്ലാം തന്നെ നടത്തുന്നത്. അതിന്റെ ചുവട് പിടിച്ച് ചില മാധ്യമങ്ങളും അത്തരത്തിൽ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശന് വിജിലൻസ് ഏതോ ഘട്ടത്തിൽ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു എന്ന നിലയിലേക്കുള്ള പ്രചരണങ്ങളാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അത് തികച്ചും തെറ്റിദ്ധാരണാജനകമാണ്, അവാസ്തവമാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് എന്താണ് എന്നുള്ളത് പറഞ്ഞു വരുമ്പോൾ വളരെ കൃത്യമായി അക്കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ പുനർജനി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ വിജിലൻസിന്റെ അന്വേഷണം വന്ന ഘട്ടത്തിൽ ഒരു MLA ആണ് വി ഡി സതീശൻ എന്നതുകൊണ്ട് തന്നെ സ്പീക്കറുടെ ഓഫീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ വ്യക്തത തേടിയിരുന്നു. അതിലൊന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചില ചോദ്യങ്ങളാണ് വിജിലൻസിനോട് ഉന്നയിച്ചത്. അതിലൊന്നാമത്തെ ചോദ്യം, വി ഡി സതീശൻ MLA അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫണ്ട് വന്നിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം. അതിന് വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിട്ടില്ല എന്നതാണ് വിജിലൻസിന്റെ ഉത്തരം. എന്ന് പറഞ്ഞാൽ വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് മാത്രം വന്നില്ല എന്നേ ഉള്ളൂ. അതായത് വി ഡി സതീശന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നില്ല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അതേസമയം മറ്റ് പല NRI അക്കൗണ്ടുകളിലേക്കും പണം വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ നിലയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. നിലവിൽ ഇപ്പോൾ ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്നുള്ള അക്കൗണ്ടിലേക്കാണ് 19 ലക്ഷത്തിലേറെ തുക വന്നിട്ടുള്ളത് എന്നതാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ തുക വരുന്നതിനാധാരമായി വിജിലൻസ് കണ്ടെത്തിയ ചില വീഡിയോകളുണ്ട്. അത് ഈ ബർമിംഗ്ഹാമിൽ ഉൾപ്പെടെ വി ഡി സതീശൻ പോയി അവിടുത്തെ പരിപാടികളിൽ പ്രസംഗിക്കുന്നത്, അതായത് തൻ്റെ മണ്ഡലത്തിൽ സാധാരണക്കാരെ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഫണ്ട് അയക്കണം എന്ന നിലയിൽ, അതായത് 500 പൗണ്ട് അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് ഒരു സംശയം, ആ നിലയിലേക്കൊരു തുക ഓരോരുത്തരും അയച്ചു തരണം എന്ന് വി ഡി സതീശൻ ആവശ്യപ്പെടുന്ന വീഡിയോ വിജിലൻസ് കണ്ടെത്തുകയും അത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന അക്കൗണ്ടിലേക്ക് വലിയ തോതിൽ ഈ തരത്തിലുള്ള ലക്ഷങ്ങളുടെ തുക എത്തിയിട്ടുള്ളത്. ആ പൈസ എത്തിയത് 3 അക്കൗണ്ടുകളാണ്. പ്രധാനമായും മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ FCRI അക്കൗണ്ട്, അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട്, അതുപോലെ മറ്റൊരു അക്കൗണ്ട്, ഇങ്ങനെ 3 അക്കൗണ്ടുകളിലേക്കാണ് ഈ പൈസ വന്നിട്ടുള്ളത്. ഇതിൽ ഈ FCRIയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്നതാണ് വിജിലൻസ് വളരെ കൃത്യമായി കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിദേശ ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന പോലീസിനോ അല്ലെങ്കിൽ സംസ്ഥാന വിജിലൻസിനോ അന്വേഷിക്കുന്നതിൽ പരിമിതികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് CBI അന്വേഷിക്കണമെന്ന ശുപാർശ വിജിലൻസ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ വിഷയത്തിൽ, അതായത് വിജിലൻസ് നൽകിയ മറുപടിയിൽ വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്ന ഒരൊറ്റ മറുപടി എടുത്തു വെച്ചുകൊണ്ടാണ് വി ഡി സതീശന് ക്ലീൻ ചിറ്റ് വിജിലൻസ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്ന നിലയിലേക്ക് ആവർത്തിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരും ഒരു വിഭാഗം മാധ്യമങ്ങളും നടത്തുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ യാഥാർത്ഥ്യം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ പ്രധാനമായും ആളുകൾ ഉന്നയിക്കുന്നത്, വി ഡി സതീശൻ ആവർത്തിച്ച് പറയുന്ന ഒരു കള്ളം എന്ന് പറയുന്നത് വിജിലൻസ് തന്നെ ഈ വിഷയത്തിൽ കേസുമായി ബന്ധപ്പെട്ട് കുറ്റവിമുക്തനാക്കിക്കൊണ്ട് നേരത്തെ തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട് എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഉത്തരവിൻ്റെ കോപ്പി, പകർപ്പ് എന്തുകൊണ്ട് പുറത്തുവിടാൻ വി ഡി സതീശൻ തയ്യാറാകുന്നില്ല എന്നതാണ് ചോദ്യം. മറ്റൊന്ന്, അങ്ങനെ ഒരു വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വിജിലൻസ് എൻക്വയറി നമ്പർ എത്രയാണ് എന്നെങ്കിലും പറയാനുള്ള ബാധ്യത വി ഡി
സതീശൻ ഇല്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി മുന്നോട്ട് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് VD സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന്, ഈ പണം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ താൻ സംസാരിക്കുകയും ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ അനുമതി രേഖ തൻ്റെ പക്കലുണ്ട് എന്ന ഒരു വാദം കൂടി VD സതീശൻ മുന്നോട്ട് വെക്കുന്നതായി കണ്ടിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്, നേരത്തെ പ്രളയം ഉൾപ്പെടെ ഉണ്ടായ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് പോലും UAE-യിൽ നിന്നുള്ള ഫണ്ട് വാങ്ങാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നില്ല. ആ നിലയിലേക്കുള്ള ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ വിദേശ ഫണ്ട് നിയമവിരുദ്ധമായി വാങ്ങാൻ കഴിയുക? അങ്ങനെ എന്തെങ്കിലും ഒരു അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ അനുമതി രേഖ VD സതീശൻ പുറത്ത് വിടേണ്ടതല്ലേ എന്നതുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. അത്തരത്തിൽ നിരവധിയായ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. നിരവധി കള്ളപ്രചരണങ്ങൾ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ജെയ്സൺ പാനിക്കുളങ്ങര എന്ന ഒരാളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയിട്ടുള്ളത്. അതിൽ ജെയ്സൺ പാനിക്കുളങ്ങര തന്നെ CBI അന്വേഷണം ആവശ്യമുണ്ട് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ഈ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയതാണ്. പിന്നീട് എന്തിനാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമായി ഉന്നയിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് അന്ന് ഈ ഇത്രയും വർഷം 5 വർഷത്തിന് മുൻപ് ജെയ്സൺ പാനിക്കുളങ്ങര കൊടുത്ത ഹർജിയാണ് അന്ന് തള്ളിയിട്ടുള്ളത്. അതിനുശേഷമാണ് വിജിലൻസിൻ്റെ അന്വേഷണം വരുന്നത്. ഒരുപക്ഷെ ജെയ്സൺ പാനിക്കുളങ്ങര എന്ന വ്യക്തിക്ക് കണ്ടെത്താൻ കഴിയാത്ത പല രേഖകളും തെളിവുകളും ഈ 5 വർഷം കൊണ്ട് വിജിലൻസ് ഈ വിഷയത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ അധികമായി വന്നു ചേർന്നിട്ടുള്ള തെളിവുകളുടെയും രേഖകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ വിജിലൻസ് ഒരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിനകത്താണ് ഈ വിഷയം, ഇത് വിദേശ ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സംസ്ഥാന അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിക്കുന്നതിൽ വലിയ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് CBI അന്വേഷിക്കണമെന്ന ശുപാർശ മുഖ്യമന്ത്രിക്ക് വിജിലൻസ് നൽകുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ പോലും ഈ തൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിട്ടില്ല എന്ന ഒരൊറ്റ കാര്യം മാത്രം ചൂണ്ടിക്കാട്ടി VD സതീശൻ ഇതിനകത്ത് കുറ്റവിമുക്തനാണ് എന്ന നിലയിലേക്കുള്ള പ്രചരണം സംഘടിപ്പിക്കാനാണ് ഏതായാലും കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു വിഭാഗം മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. അത് തീർത്തും തെറ്റാണ് എന്നുള്ളതാണ് കൈരളി ന്യൂസ് ഇപ്പോൾ ഈ വാർത്തയിലൂടെ പുറത്തുവിടുന്ന കാര്യം.